വെൽക്കം ടു റീനാസ് ഗാർഡൻ. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ ഗാർഡനിലുള്ള ഓർക്കിഡ് വെറൈറ്റിയാണ്. എൻ്റെ കയ്യിലുള്ളത് ഡെൻഡ്രോബിയം വെറൈറ്റിയാണ്, നാടൻ വെറൈറ്റിയാണിത്. ഈ പൂക്കൾ, ഈ ഫ്ലവേഴ്സ് 2 മാസം 2.5 മാസം ഒരു കൊല പൂവുണ്ടായാൽ, ഒരു ബഞ്ച് പൂവുണ്ടായാൽ നിൽക്കും. ഇത് തോട്ടത്തിന് അല്ലെങ്കിൽ നമ്മുടെ ഗാർഡന് വളരെ അഴകാണ്. ഈ ചെടി പാരസൈറ്റാണ്. ഈ പാരസൈറ്റായ ചെടി, ഞാനിതൊരു പേരമരമാണ്. ഈ പേരമരത്തിനെ വെട്ടി പെയിൻ്റ് അടിച്ച് ഇവിടെ കുഴിച്ചിട്ടിട്ടാണ് ഈ ഓർക്കിഡ് ട്രീ ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ ഓർക്കിഡ് ട്രീയിൽ എല്ലാതരം ഷേപ്പിലുള്ള ഓർക്കിഡ് ചട്ടികളുമുണ്ട്. കോൺ ഷേപ്പിലുള്ളതുണ്ട്, ചട്ടികളായിട്ടുള്ളതുണ്ട്. ഇങ്ങനെ നമുക്ക് ഓർക്കിഡ് വളർത്താം. ഇതിന് ഫുള്ളും ഞാൻ ആണി അടിച്ചാണ് ഇത് മുഴുവൻ കൊളത്തിയിട്ടുള്ളത്. നെക്സ്റ്റ് വെറൈറ്റി ഇതാണ്. ഇത് ഡെൻഡ്രോബിയം തന്നെ. ഇത് ഫോറിന്ന് കൊണ്ടുവന്നിട്ടുള്ളതാണ്. പക്ഷെ അത് നമ്മുടെ തായ്ലൻഡ് ആ ഭാഗങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ളതാണ് കൊണ്ടുവന്നിട്ട്. അങ്ങനെയുള്ള ഈ വെറൈറ്റിക്ക് നാടൻ വെറൈറ്റിയിൽ നിന്നും കുറച്ച് വ്യത്യാസമുണ്ട്. കാരണം ഇതിലും കൂടി വലിയ ഫ്ലവേഴ്സാണ്. എന്നുവെച്ചാൽ വൈറ്റ് കൂടുതൽ കാണിക്കും, പൂവിനും ഫ്ലവറിനും വലിപ്പമുണ്ട്. ഈ വെറൈറ്റിയുടെ ഇലയും തണ്ടും നല്ല വണ്ണമുള്ളതാണ്. കണ്ടാൽ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. ഈ വെറൈറ്റിയിൽ പൂക്കളിനും വലിപ്പമുണ്ട്, തണ്ടിനും ലീഫിനും ഒക്കെ വലിപ്പമുണ്ട്. ഇത് പ്രൊപ്പഗേറ്റ് ചെയ്യാനും വളരെ ഈസിയാണ്. വേര് വരുന്ന ഭാഗം, അതിൻ്റെ താഴെ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് നമുക്ക് ചകിരിയിൽ പിടിപ്പിക്കാം. ചകിരി തിക്കായിട്ട് കുഞ്ഞു കുഞ്ഞു ചടിച്ചട്ടിയിൽ വെച്ച് അമർത്തി വെച്ച് കഴിഞ്ഞാൽ നമുക്കത് കൂടുതൽ വളർന്നോളും. ഇതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തായ്ലൻഡ് വെറൈറ്റിയാണ്. ഈ വെറൈറ്റിയും ഇതുപോലെ തന്നെ വണ്ണം കൂടിയ നമ്മുടെ നാടൻ വെറൈറ്റിയിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ട് തന്നെ. എൻ്റെ കയ്യിൽ ഇപ്പോഴുള്ളത് വയലറ്റും വൈറ്റും മാത്രമുള്ള ചെടികളാണ്. ഇതിൽ നമുക്ക് ചകിരിയും അതുപോലെ തന്നെ കൂടുതൽ കരിയും ഓടിൻ്റെ പീസസും ഇട്ട് തിക്കായിട്ട് അത് വെച്ച് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ വളർത്താൻ പറ്റും. നമുക്ക് മണ്ണിൻ്റെ ആവശ്യമേ ഇല്ല. ഇത് ടൗണിലൊക്കെ ജീവിക്കുന്നവർക്ക്, കൂടുതൽ മണ്ണില്ലാത്ത ഏരിയയിൽ, മണ്ണ് കിട്ടാത്തവർക്ക് ഓർക്കിഡ് വളർത്താൻ വളരെ ഈസിയാണ്. ചെറിയ ചെറിയ സ്പൈക്ക് വന്ന് ഇതുമൊക്കെ മുട്ടായിരിക്കുന്ന സമയമാണിപ്പോൾ. എല്ലാ പൂക്കളും ഇപ്പോൾ ഞാൻ പ്രൊപ്പഗേറ്റ് ചെയ്തിട്ട് കുറച്ച് വെച്ചിട്ടുണ്ട്. ബാക്കി ഈ ചെറിയ ചെറിയ സ്പൈക്ക് വന്ന് അതുമൊക്കെ മുട്ടായിരിക്കുന്ന സീസണാണിപ്പോൾ. ഇപ്പോൾ ഓർക്കിഡ് നന്നായി വളരുന്ന, നന്നായി പൂവിടുന്ന സീസണും കൂടിയാണ്.